കുറേ നാൾ മുമ്പ് നമ്മൾ ഇടിയഞ്ചക്ക പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ, എങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാതെ വന്നു, ഫ്രീസറിൽ എൻ്റെ സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ ഞാൻ എന്തായാലും അതെടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുത്ത് കറി വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് എല്ലാതും തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണല്ലോ, പെട്ടെന്ന് തന്നെ എടുത്ത് ഡിഫ്രോസ്റ്റ് ചെയ്യുക, ഇത് കറിയിലേക്ക് ചേർക്കുക, അത്രയേ വേണ്ടൂ. നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. നമ്മളിപ്പോൾ പൊട്ടിച്ച് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഒരു മാറ്റവും ഇല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ, അപ്പോഴാണ് ഈ ഇടിയഞ്ചക്കയ്ക്ക് ടേസ്റ്റ് കൂടുക. അതല്ലാതെ ഒരു വെള്ളത്തിൻ്റെ പച്ചച്ചുവ പോലെ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.